ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഗ്നോക്കകത്ത് ബി എഡ് ഉണ്ടോ എന്നുള്ളത്. അത് ഇഗ്നോക്കകത്ത് ബി എഡ് ഉണ്ട്. അപ്പോൾ ബി എഡിനെ കുറിച്ചിട്ടുള്ള എ ടു സെഡ് മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അപ്പോൾ നമ്മുടെ ബി എഡ് കോഴ്സ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണ് മിനിമം. മാക്സിമം 5 വർഷം വരെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം തരും. ഡിസ്റ്റൻസ് മോഡിലാണ് ഈ ഒരു കോഴ്സ് ഉണ്ടായിരിക്കുക. മാത്രമല്ല ഇതിൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, അത് കമ്പൽസറി ആണ്. അത് എങ്ങനെ എവിടെ വെച്ച് ചെയ്യണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോക്കൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ റെക്കഗ്നിഷൻ ആണ്. അപ്പോൾ NCTE അപ്രൂവ്ഡ് കോഴ്സാണിത്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് കോഴ്സാണ്. ടീച്ചിങ് ജോബിന് ഗവൺമെൻറ് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിനൊക്കെ ഈ ഒരു കോഴ്സ് വാലിഡ് ആണ്. ഈ ഒരു കോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയിലേക്ക് നിങ്ങളുടെ പ്രൊഫഷൻ കൊണ്ടുപോവാം. ഓക്കെ, ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഗ്രാജുവേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. മാത്രമല്ല അതിൽ 50% മാർക്ക് നിങ്ങൾക്ക് വേണം അപ്രോക്സ്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിലവിൽ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലും മറ്റോ നിങ്ങൾ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ഫ്രഷേഴ്സിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. വളരെ പരിമിതമായ സീറ്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. കമ്പൽസറി ആയിട്ട് നമ്മൾ ഇഗ്നോയിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ബി എഡിൻ്റെ എൻട്രൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരി 2026 സെഷനിലെ. അത് കഴിഞ്ഞിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ എൻട്രൻസ് എക്സാം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് 2027 ജനുവരി സെഷനിലാണ്. 2026 ജൂൺ സെഷനിൽ നമുക്ക് ബി എഡിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ എൻട്രൻസ് എക്സാമിന് എഴുതാൻ അല്ലെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇയർലി ആണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇനി ബി എഡ് വരുന്നത് 2027 ജനുവരി സെഷനിലാണ് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. അത് നമ്മൾ ഏകദേശം 1000 രൂപയാണ് അപ്രോക്സ് വരുന്നത്. എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇഗ്നോ ആണ് അത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സീറ്റ് ഓരോ സ്റ്റഡി സെൻറ്ററിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് തയ്യാറെടുക്കുന്നതിൻ്റെ മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ലിമിറ്റഡ് സീറ്റ്സ് ഈ ഒരു ബി എഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ ഹൈ ആണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഇതിന് പ്രാക്ടിക്കൽ ക്ലാസ്സസ്, നമുക്കറിയാം ബി എഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചെന്നെത്താവുന്ന നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളുകളിൽ നിങ്ങൾ HM സംസാരിച്ച് നിങ്ങൾ അതിന് അപ്രൂവ് വാങ്ങിയിട്ട് ആ അപ്രൂവ് സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത് അതിന് കൺഫർമേഷൻ അപ്രൂവ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപ്രൂവ്ഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്കൂളിൽ പോയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാം. അതിന് നമുക്ക് അറ്റൻഡൻസ് വേണം, അതിൻ്റെ റെക്കോർഡ്സ് വേണം, സ്റ്റഡി പ്ലാൻ റെക്കോർഡുകൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. നമ്മൾ അത് MBA അതുപോലെ MCOM ഒക്കെ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. പകരം ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുകയും എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മാർക്കിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രയോറിറ്റി ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസിന്. ഓക്കെ, ഇനി എപ്പോഴാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക? ജനുവരി മാസത്തിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ട, ബി എഡ് രജിസ്റ്റർ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വരുന്നത്. ഏകദേശം 1000 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എക്സാമിന് നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി
ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, സബ്ജക്റ്റ് അവയർനെസ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ടെസ്റ്റിന് ശേഷം റിസൾട്ട്, മാർക്ക്, മെറിറ്റ് പ്ലസ് കാറ്റഗറി, അതുപോലെ OBC, SC ST, ജനറൽ തുടങ്ങിയ കാറ്റഗറി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിനെ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യും. അതുപോലെ സ്റ്റഡി സെന്റർ ഏതാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും. ഈ 2 പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തതിന് ശേഷം സ്റ്റഡി സെന്റർ അലോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റിയിലേക്ക്. അങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കോഴ്സ് 2 years ആണ് മിനിമം. 5 years വരെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്ത് തരും. പിന്നെ ഇതിൽ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, അത് കമ്പൽസറി ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു സ്കൂളിൽ വെച്ചിട്ടുള്ള ഇന്റേൺഷിപ്പാണ്. അതുപോലെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും ടീച്ചിങ് പ്രാക്ടീസ് അതുപോലെ ആ ഇന്റേൺഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് കമ്പൽസറി ആണ്, നിർബന്ധമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ പോയി തന്നെ ചെയ്യണം. അതുപോലെ അതിന് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ഒബ്സർവേഷൻ പ്ലസ് ടീച്ചിങ് റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്കൂൾ ആരാണ് കണ്ടെത്തി തരിക? സ്റ്റഡി സെന്റർ ആണോ? അല്ലല്ല, നമ്മൾ തന്നെയാണ്. സ്റ്റുഡൻ്റ് ആണ് സ്കൂൾ കണ്ടെത്തേണ്ടതും ആ സ്കൂളിലെ HM നിന്നും പെർമിഷൻ വാങ്ങിക്കേണ്ടതും സ്റ്റുഡൻറ് തന്നെയാണ്. അപ്പോൾ ആ സ്കൂളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി സെൻറ്റർ നമുക്ക് എന്ത് ചെയ്യും? അപ്രൂവ് തരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടീച്ചിങ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് സെക്കൻഡ് ഇയറിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കുക. 16 മുതൽ 20 വീക്ക് വരെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അത് വേരി ചെയ്യും. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കും. സ്റ്റഡി സെന്ററിൽ നിന്നും അതിന് സൂപ്പർവിഷന് അതിന് ഒഫീഷ്യൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാംസ് ഒക്കെ വരുന്നത് നമ്മുടെ ജൂൺ അതുപോലെ തന്നെ ഡിസംബർ ടേമിൻ്റെ എക്സാമിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇതിൻ്റെ എക്സാംസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു B.Ed എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോയിലുള്ള ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി വരുന്ന അഡ്മിഷൻ സൈക്കിൾ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ജനുവരി സമയത്തൊന്ന് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് നിങ്ങളെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇഗ്നോയിലെ B.Edനെ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇഗ്നോയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.